എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വടകറിയുടെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. വടകറി പലതരത്തിലുണ്ടാക്കാം. വടമാവ് തയ്യാറാക്കിയതിന് ശേഷം അത് ആവിയിൽ വെച്ച് വേവിച്ചിട്ടും എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തിട്ടൊക്കെ വടകറി ഉണ്ടാക്കിയെടുക്കാം. ഞാനിന്ന് ഉണ്ടാക്കുന്നത് നമ്മൾ ചിലപ്പോഴൊക്കെ പരിപ്പുവട വീട്ടിലുണ്ടാക്കുമ്പോൾ അത് ബാക്കി വരാറുണ്ട് അല്ലേ. ആ ബാക്കി വന്ന പരിപ്പുവട കൊണ്ടാണ് വടകറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. വടകറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് പെരിഞ്ചീരകം, പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ് എല്ലാം ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്തിട്ട് അത് ഗോൾഡൻ ബ്രൗൺ കളർ ആവണോടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത്രയും ആയതും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം പോണോടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി മസാലകളൊക്കെ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം പോണോടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് തക്കാളിയും പുതിനയിലയും ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. തക്കാളി കുഴഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കൂട്ട് ഇതുപോലെ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം പൊടിച്ച് വെച്ചിരിക്കുന്ന വടയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ചട്ടിയിലുണ്ടായിരുന്ന വെള്ളം മുഴുവനും വട വലിച്ചെടുത്തു. ഇനി നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ നല്ല ചൂടുവെള്ളം വേണം ചേർക്കാനായിട്ട്. ഇനി തീ സിമ്മിലേക്ക് മാറ്റുക. ഒരടപ്പിട്ട് അടച്ചിട്ട് 4 മുതൽ 5 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴത്തേനും മസാലയൊക്കെ വടയിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ വടകറി റെഡി ആയിട്ടുണ്ട്. വെള്ളം പിന്നെയും വലിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇനി വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. വടകറിയുടെ കൺസിസ്റ്റൻസി കുറച്ചുകൂടി ലൂസായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചൂടുവെള്ളം ചേർത്തിട്ട് ലൂസാക്കാവുന്നതാണ്. ഈ ചാനലിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി.